Stay here. വരാൻ കണ്ട നേരം. അച്ചായൻ അച്ചായൻ. അച്ചായൻ എന്താ ഈ നേരത്തെ? എടാ സണ്ണിക്കുഞ്ഞെ, ഇന്ന് ഞങ്ങളുടെ 15th വെഡിങ് ആനിവേഴ്സറി എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? സോറി, ഹാപ്പി സന്തോഷപ്രദമായ നീണ്ട 15 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരാഘോഷം. ശരി. പിള്ളേരെല്ലാം ഡ്രൈവർ നായരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. പാതിരാത്രിയിലോ? ഈ ഹണിമൂണിന് പാതിരാവുന്നോ പരാവെളുപ്പൊന്നോ ഉണ്ടോ? കടപ്പുറത്തിരുന്നപ്പോ എനിക്കൊരു ഐഡിയ. ഇന്നത്തെ രാത്രി സ്ഥിരം കിടപ്പുമുറി വിട്ട് മറ്റെവിടെയെങ്കിലും ഉറങ്ങാമെന്ന്, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. അപ്പോഴാ എനിക്ക് നിന്റെ വീടിനെ പറ്റി ഓർമ്മ വന്നത്. അതല്ല, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഈ ത്രില്ലും മൂടും ഒക്കെ കണ്ട് നിനക്ക് ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ വെടി 2 പക്ഷി. നീ വന്നേ, നീ വന്നേന്ന് ഒരു പെഗ്ഗെട്. ചേച്ചി ഒരു പെഗ്ഗെട്. നീ വാ, ഒരു പെഗ്ഗെടുക്കാൻ. അല്ല ചേച്ചി. ആഹാ, അപ്പോ നിനക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒന്നും ഓർക്കാനില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ജോലി വിസ്കി ഉണ്ട്. അവിടെ ഒരു പെണ്ണ എവിടെ? ഒരിക്കലും രാത്രിയിൽ എങ്ങനെ പെണ്ണ് വരാൻ? പെണ്ണൊന്നുമില്ല അവിടെ. നീ ശരിക്കുണ്ടോ? അതെ, വെളുത്ത ഫ്രോക്ക് ഇട്ടൊരു പെണ്ണ്. അയ്യോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ജോലിക്കാർ പലരും കണ്ടിട്ട് നമ്മളെ ഈ വീട് വാങ്ങിച്ച ഫ്രഞ്ചാരി മദാമേടന്നല്ലേ, അവരുടെ ഒരു ആന്റി ഇവിടെ പോയിസൺ കഴിച്ച് മരിച്ചിട്ടുണ്ട്. അവർ രാത്രി ഫ്രോക്ക് ഇട്ടുണ്ടായിരുന്നു. ഇത് മദാമയൊന്നുമല്ല, മലയാളിയാണ്. ഞാൻ ശരിക്കും കണ്ടതാണ്. എനിക്ക് ആ മദാമയുടെ പരിപാടിയിൽ ഏതെങ്കിലും മലയാളി പ്രേതങ്ങളായിരിക്കുന്നത്. അങ്ങനുണ്ട് ആ മലയാളി പ്രയത്നം. എനിക്കൊന്ന് കാണുമല്ലോ. ആവശ്യമില്ല പ്രയത്നോട് കളിക്കണ്ട. കുഞ്ഞെ, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? കടമറ്റത്തച്ഛന്റെ ഗോത്രത്തിൽപ്പെട്ടവനാ. ഒരു പ്രയത്നങ്ങളെ ഷൂട്ട് ചെയ്യരുത്, അത് പ്രേതമല്ല, എന്റെ ഫ്രണ്ടാ. ചേച്ചി, ചേച്ചി തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞേക്ക്, സത്യമായിട്ടും ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. അച്ഛാ ശബ്ദിക്കരുത്. ഞാൻ ഈ പ്രയത്നോടും സംസാരിക്കട്ടെ. എന്താ നിന്റെ പേര്? സാന്ദ്ര. സാന്ദ്ര വാളുക്കാരൻ. നിന്റെ അപ്പന്റെ പേരെന്താ? ജോൺ വാളുക്കാരൻ. അയക്ക് സിംഗപ്പൂരിൽ എന്താ ജോലി? ബാങ്കില്. എന്താ ജോലി? ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. നിന്നെ ഇവൻ കെട്ടുമെന്നുള്ള ഉറപ്പാണോ? അതെ. ഉറപ്പാണോ? അതെ. നടക്ക. നിന്റെ അപ്പന്റെ ശരിയായിട്ടുള്ള അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം ഇതിൽ ഫീഡ് ചെയ്. നടക്ക. എടാ, ഇത് സത്യമാണോടാ? അതോ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നീ ചുമ്മാ കള്ളം പറഞ്ഞാണോ? സത്യം. എന്റെ മരിച്ചുപോയ ചാച്ചനാണ് സത്യം. എടാ, ഞാൻ അമ്മച്ചിയെ വിളിച്ച് പറയാം. പറ, എന്നെ വിശ്വാസമല്ലേ, ഞാൻ തന്നെ വിളിച്ചുതരാം. ഹലോ. അതെ, കൊടുക്കാം. അമ്മച്ചി, എന്താ സാറേ ഈ രാത്രിയിലെ? സിംഗപ്പൂരിൽ നിന്നാ, കുരുവിള സാർ. ഹലോ. പിന്നെ ഞാനും സണ്ണിച്ചനും ഗീതയും കൂടി ഒരു പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു. പെണ്ണിന്റെ നാടും വീടും ഒക്കെ എവിടെയാ? നാട്ടിൽ എവിടെയാണ് നിന്റെ വീട്? തൃശ്ശൂരാ. പെങ്കൊച്ചിന് ജോലിയുണ്ടോ, പഠിക്കുന്നോ? ഏയ് ഇല്ല, പഠിക്കുക. എന്തോന്നാ പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുക. അമ്മച്ചിയും പെങ്ങന്മാരും അളിയന്മാരും കൂടെ വികാരിയച്ഛനെ കണ്ടിട്ട് ഒരു ദിവസം അങ്ങ് നിശ്ചയിച്ചോ? ശരി. എടാ പൈലി, സണ്ണിച്ചനും കുരുവിളയും കൂടെ അവിടെ ഒരു പെണ്ണിനെ കണ്ട് എല്ലാം ഉറപ്പിച്ചെന്ന്. അവനത് പറയാൻ നാണായതുകൊണ്ടാന്ന് തോന്നുന്നു കുരുവിളെ കൊണ്ട് വിളിപ്പിച്ചത്. പിന്നെ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? ഈ പാതിരാത്രിക്കോ അമ്മച്ചി? നേരെ ഒന്ന് വെളുത്തോട്ടെ. എനിക്കിനി കിടന്ന ഉറക്കം വരത്തില്ല. എനിക്കിനി കുറച്ചു ദിവസത്തേക്ക് ഉറക്കമേ വരത്തില്ല. സണ്ണിച്ചന്റെ കല്യാണമല്ലേ. ഇപ്പം വീട്ടുകാരെ അറിയിച്ചു. 2-3 ദിവസത്തിനുള്ളിൽ തീയതി നിശ്ചയിക്കും. ഇതൊന്നും ഇപ്പൊ വേണ്ടായിരുന്നു. ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസമല്ലേ? അതല്ല, പിന്നെ എനിക്ക്
എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്ന കേട്ടാ മതി. സണ്ണിച്ച ഞാൻ പറയണു കേക്ക്. പ്ലീസ് സാന്ദ്ര, പ്ലീസ് സണ്ണിച്ച. പ്ലീസ്. സണ്ണിച്ച സണ്ണിച്ച എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ ഒരു സീരിയസ് കാര്യവും വേണ്ട. സാന്ദ്ര, ഐ ആം സോറി സാന്ദ്ര, ഐ ആം സോറി. നിന്നെ കിട്ടിയില്ല, മന്ത്ര കൂടി തന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ രാത്രി മുതൽ നീ എന്റെ മണവാട്ടിയാണ്. മറന്നു എന്ന് കരുതിയതൊക്കെ ഞാൻ ഓർത്തുപോയി. അപ്പച്ചന്റെ മരണത്തെ കുറിച്ചാ? മരിച്ചതല്ല, കൊന്നതാണ്. കൊന്നതാണ്, കൊന്നത്. വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച ദിവസേ പെങ്ങളുടെ കല്യാണം നടത്താൻ വയ്യാണ്ട് വിഷമിച്ച ചാച്ചനെ ഇടവകയിലെ അച്ഛൻ സഹായിക്കാമെന്നേറ്റു. പുതിയ പള്ളി പണിയാൻ പിരിച്ച പള്ളി ഫണ്ടിൽ നിന്ന്. അതിപ്പോ എന്നാ കമ്മിറ്റി തീരുമാനിക്കാനാ? ഇട്ടിച്ചൻ എത്ര രൂപ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് എടുത്താ പോരെ. എന്ന് പറഞ്ഞാല് പൊതുമുതലാവുമ്പോ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എടുക്കാൻ പറ്റുമോ? മാത്രമല്ല ഖജാൻജിയായ പാപ്പത്തിന്റെ പേരിലാണ് ഇത് ബാങ്കിൽ കിടക്കുന്നത്. ശരിയാ, 2,25,000 രൂപ വരെ എന്റെ പേര് ബാങ്കിൽ കിടപ്പുണ്ട്. ബാക്കി ആ ചിട്ടിച്ചാലിൽ ഇരിക്കുകയാണല്ലോ. എന്റെ കയ്യിലോ? എന്താ പാപ്പച്ച നീ പറയുന്നത്? എന്റെ അച്ചായ മുഴുവൻ കാശ് ഒരേ ബാങ്കിൽ കിടക്കണ്ടെന്നും പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് 2 ലക്ഷം രൂപ എടുത്ത് ഓർക്കുന്നുണ്ടോ? അത് കൊടിയിറക്കി പെരുന്നാളിനല്ലേ? ഇതെന്നത്തെ അച്ചാൻ ഈ പറയുന്നേ? ഈ 2 ലക്ഷം രൂപ എടുത്തത് ഒരു ശനിയാഴ്ചയായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് ബാങ്ക് ഒഴിവായതുകൊണ്ട് ഈ കാശ് അച്ചാൻ വീട്ടിലേക്ക് പോയത് ഓർക്കുന്നുണ്ടോ? പാപ്പച്ച ഇത് 1-2 രൂപയുടെ കാര്യമല്ല, രൂപ 2 ലക്ഷമാ. നീ പറയുന്ന കാശും വാങ്ങി പാലാക്കി പോയത് ഓർക്കുന്നില്ലേ? ഓഹോ, അപ്പൊ എന്നെ കളനാക്കിയാണോ? ഇടിച്ചാൻ കാശെടുത്ത് മറിച്ചേക്ക് തുറന്നങ്ങോട്ട് പറ, വെറുതെ മനുഷ്യനെ ആദ്യം കേട്ടാതെ. ഞാൻ കാശെടുത്ത് മറിച്ചെന്നോ? ദേ
നിന്റെ കുടുംബ പാരമ്പര്യം കാണിച്ചാലുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? നമുക്ക് എന്താ വേണ്ട സമാധാനമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. എന്റെ പൊന്നച്ചോ ഒന്നും ആലോചിക്കാനില്ല. കാശ് ഇതിയാന്റെ കയ്യിൽ തന്നെയുണ്ട്. ചിലപ്പോ ചേവനെടുത്ത് കാണും. ഇത് എന്നെ കള്ളനാക്കുക. കള്ളം പറയത്തില്ല അച്ഛൻ എന്തോ തെറ്റ് പറ്റിയതാ. ശരിയാണ്, തെറ്റ് പറ്റിയത് എനിക്കാ. നിന്റെ അപ്പന്റെ പള്ളിക്കച്ചടത്ത് ഞങ്ങൾ കൊടുത്തു. അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. കല്യാണം അറിയുന്നവരൊക്കെ പിന്നെ നടത്താം. പെണ്ണ് കേൾക്കാനും വീട്ടിൽ നിൽക്കട്ടെ. അവളോടും പാടാ കാശുണ്ടാക്കാൻ വല്ല വഴി നോക്കാൻ. എന്റെ അപ്പനെ കള്ളനാക്കിയിട്ട് നീ ഇവിടെ ജീവിക്കത്തില്ല. അടുത്ത പള്ളി കമ്മിറ്റിക്ക് മുമ്പ് കാശ് ഇരയെ കൊടുത്തില്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെ കാണിക്കത്തില്ല. ഓടാ പുല്ലേ. സണ്ണി ഇറങ്ങി വേടാ. എന്താ സാർ? ഇറങ്ങി വരാൻ. എന്താ സാർ? നീ ആരാടാ? പാലമറ്റത്തെ രാജകുമാർ. കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. നീ അറിയേണ്ട കാര്യമാടാ. ഗുണ്ടായിസം കാണിക്കണോടാ. വലിച്ച് കേട്ടടാ അവനെ. കർത്താവേ, റോഡ് ബ്ലോക്ക് ആയല്ലോ. ഡോക്ടർ, മരണം നടന്നത് ഇവിടെ എത്തുന്നതിന് മുൻപായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണം. ഡോക്ടർ, അച്ചായ മരിച്ചത്? ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഒഴിവാക്കാനാ.